വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ട്രീസയുടെ മുഖത്തിന് പ്രസന്നതയില്ലാത്തത് നിവിൻ ശ്രദ്ധിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യമായി ഒന്നുമില്ലെന്ന് അവർ പറഞ്ഞുവെങ്കിലും അതങ്ങനെയല്ലെന്ന് അവനും മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷെ നീനയുടെ മുഖത്തോ പതിവിലും സന്തോഷമായിരുന്നു. എക്സാം ആയതിനാൽ നീത പുറത്തേക്ക് വരാറില്ല, പഠിക്കുന്ന തിരക്കിലാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ നിവിൻ പല്ലവി അധികം വിളിക്കാതിരിക്കുകയായിരുന്നു. തൻ്റെ പ്രണയം അവളുടെ ഭാവിയെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. ഡേവിഡ് അങ്കിളും ലീനയും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് അപ്പയോട് സംസാരിക്കാൻ പറ്റിയ സമയമെന്ന് നിവിന് തോന്നി. അവൻ മുകളിലേക്ക് കയറി. മാത്യു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അയാൾക്കരികിലേക്ക് ചെന്നു. അപ്പ വെറുതെ ഇരിക്കുകയാണോ? എന്താ നിവിൻ? ഞാൻ അപ്പയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഒരു വേള മാത്യൂസിന്റെ മനസ്സിൽ കൂടി ഒരു മിന്നൽ കടന്നുപോയി. എന്തെങ്കിലും നിവിൻ അറിഞ്ഞു കാണുമോ? അയാളുടെ മനസ്സിൽ ആശങ്കയായി. എന്താ മോനെ? അത് അന്ന് എൻഗേജ്മെന്റിന് വന്ന കുട്ടിയില്ലേ, ഞങ്ങളുടെ ചിത്രം വരച്ച കുട്ടി. എനിക്ക് ആ കുട്ടിയെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് അപ്പയുടെ ആരാണ്? അവന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ കുത്തുന്നതായി അയാൾക്ക് തോന്നി. ഉള്ളിലെ പരിഭ്രമം മുഖത്ത് വരാതിരിക്കാനായി അയാൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ സമചിത്തത വീണ്ടെടുത്ത് പറഞ്ഞു. അതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. വേണ്ടപ്പെട്ട എന്ന് പറയുമ്പോൾ അപ്പയുടെ കൂട്ടുകാരുടെ ആരുടെയും മകളാണോ? അവൾക്ക് വീട്ടുകാരും ബന്ധുക്കളും ഒന്നുമില്ല. ഒരു ഓർഫനേജിലാണ് കഴിയുന്നത്. ഞാൻ സ്പോൺസർ ചെയ്യുന്ന കുട്ടിയാണ്. നിവിന് നേരിയ സങ്കടം തോന്നി. എന്താ കുട്ടിയുടെ പേര്? ഡയാന. എന്താ ചെയ്യുന്നേ? അവൾ ഡിഗ്രി. എന്താ നിവിൻ? അത് എൻ്റെ ഒരു ഫ്രണ്ടിന് ആ കുട്ടിയെ ഇഷ്ടമായിരുന്നു. ഒരു വിവാഹാലോചന. അതുകൊണ്ടാണ് തിരക്കിയത്. മാത്യൂസിന് ആശ്വാസം തോന്നി. അവനൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ ചെറിയ കുട്ടിയാണ് നിവിൻ. 18 വയസ്സ് ഉള്ള വിവാഹപ്രായം ഒന്നും ആയിട്ടില്ല. നിവിൻ ഒരു പുഞ്ചിരി സമ്മാനിച്ച് ആ മുറിയിൽ നിന്നും ഇറങ്ങി. പിറ്റേന്ന് ഓഫീസിൽ വന്നപ്പോൾ പ്രതീക്ഷയോടെ അനൂപ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അനൂപ് എന്നെ തന്നെ കാത്തു നിൽക്കായിരുന്നു തോന്നുന്നു, നിവിൻ പറഞ്ഞു. അതെ, ഞാൻ ഇവനെ തന്നെ കാത്തു നിൽക്കായിരുന്നു. ഞാൻ തിരക്കി അനൂപ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ നിവിൻ? ആ കുട്ടി ഒരു ഓർഫനാണ്. നിവിൻ? അനൂപ് വിശ്വാസം വരാതെ വിളിച്ചു. അവൾ അനാഥയാണ് അനൂപ്. അപ്പ സ്പോൺസർ ചെയ്യുന്ന കുട്ടിയാണ്. അനൂപിൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടാകും എന്നെനിക്കറിയാം. എന്തിനാണ് നിവിൻ ഞാൻ ഇഷ്ടപ്പെട്ടത്? അവളെയല്ലേ, അവളുടെ ജീവിത സാഹചര്യങ്ങളെ അല്ലല്ലോ. അനൂപ്, നിങ്ങളൊരു വലിയ മനസ്സിനുടമയാണ്. എനിക്കിഷ്ടമാണ് നിവിൻ. എങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തപ്പിപ്പിടിച്ചു തരാം. ഇനി പപ്പയോട് ചോദിക്കണ്ട. മോശമല്ലേ നിവിൻ? അത്യാവശ്യം നമുക്കറിയാൻ പറ്റും. ഈ സിറ്റിയിൽ തന്നെയുള്ള ഏതെങ്കിലും കോളേജിലായിരിക്കും. എനിക്ക് വിധിച്ചതാണെങ്കിൽ ഒരിക്കൽ കൂടി എൻ്റെ കണ്ണിൽ വന്നു പെടും. അത് ശരിയാ, നമുക്ക് വിധിച്ചതാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അത് നമ്മളെ തേടി വരും, നിവിൻ ചിരിയോടെ പറഞ്ഞു. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് മാത്യു വരുന്ന വഴിയിലാണ് കാർ ആക്സിഡൻ്റായ ഒരു ചെറുപ്പക്കാരനും പെൺകുട്ടിയും കൈ കാണിച്ചത്. ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ കൂടി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ വണ്ടി നിർത്തിയത്. സാറൊന്ന് സഹായിക്കണം. ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു. ആരും നിർത്തിയില്ല. ആക്സിഡൻ്റ് ആയതാണ്, വൈഫാണ്, അയാൾ പറഞ്ഞു. വരൂ, കയറ്, മാത്യു പറഞ്ഞു. ഒട്ടും ആലോചിക്കാതെ മാത്യു അവരെ വണ്ടിയിൽ കയറ്റി. പെൺകുട്ടിയുടെ ഒപ്പം പുറകിലായിരുന്നു അയാൾ ഇരുന്നത്. പെൺകുട്ടി പാതി ബോധരഹിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിരുന്നു. എന്തു പറ്റിയതാ? ബ്രേക്ക് പോയതാ. അടുത്ത് കണ്ട ഹോസ്പിറ്റലിൽ മുന്നിൽ മാത്യു വണ്ടി നിർത്തി. ഞാൻ കൂടെ വരണോ? എന്തെങ്കിലും സഹായത്തിന്? മാത്യു ചോദിച്ചു. വേണ്ട സർ, ഇത് തന്നെ വലിയ ഉപകാരം. അയാൾ നന്ദി പറഞ്ഞു അകത്തേക്ക് പോയി. മാത്യു കാർ ഓടിച്ചുപോയി. മാത്യു പോയി കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ തോളിൽ കിടന്ന പെൺകുട്ടി തല ഉയർത്തി തൻ്റെ ഷാള് കൊണ്ട് ചോര പോലത്തെ ദ്രാവകം തുടച്ചു. ശേഷം അവിടെ പാർക്ക് ചെയ്ത് സ്കോർപിയോയിൽ കയറിയിരുന്നു. ശേഷം ആ ചെറുപ്പക്കാരൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ അച്ചായ, ബെഞ്ചമിനാണ്. പ്ലാൻ സക്സസ്. വണ്ടി ഇപ്പോൾ അച്ചായൻ പറഞ്ഞ വഴിയേ വരും. സംഭവമൊക്കെ ഓക്കെ അല്ലടാ? മാർക്കോസ് ചോദിച്ചു. അതെ അച്ചായ. എങ്കിൽ ശരി. അയാൾ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം CI ഹബീബിൻ്റെ നമ്പർ കോളിലിട്ടു. ശേഷം അയാളോട് എന്തോ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. അമർത്തി ഒന്ന് ചിരിച്ചു. കുറേ പോലീസുകാർ ഒരുമിച്ച് വണ്ടിക്ക് കൈകാണിക്കുന്ന കണ്ടാണ് മാത്യു വണ്ടി നിർത്തിയത്. തഹസിൽദാർ മാത്യൂസ് അല്ലേ? പോലീസുകാരിൽ ഒരാൾ ചോദിച്ചു. അതെ, എന്താ സർ? ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അതിനെന്താണ് സർ? ആയിക്കോളൂ. മാത്യൂസ് വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊടുത്തു. വണ്ടി മുഴുവൻ പോലീസുകാർ സെർച്ച് ചെയ്യാൻ തുടങ്ങി. വണ്ടിയുടെ ബാക്കിലെ സീറ്റിനടിയിൽ നിന്നും എന്തോ ഒരു സാധനം പ്ലാസ്റ്റിക് കവറിൽ എടുത്തുകൊണ്ട് വന്ന് പോലീസുകാരിൽ ഒരാൾ SIക്ക് നേരെ കൊടുത്തു. അയാൾ തുറന്ന ശേഷം ഒന്ന് മണപ്പിച്ച് നോക്കി. ശേഷം മാത്യുവിനെ ഒന്ന് ഇരുത്തി നോക്കി. മിസ്റ്റർ മാത്യൂസ്, ഞങ്ങൾക്കൊപ്പം വരണം. എന്താ സർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം വാഹനത്തിൽ കഞ്ചാവ് കടത്തിയതും പോരാ, ഒന്നും മനസ്സിലാകില്ലെന്ന് പറഞ്ഞ് പൊട്ടം കളിക്കുന്നു. SI അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പിടിച്ച് വണ്ടി കയറ്റിടൂ. പോലീസുകാരിൽ ഒരാളോട് അയാൾ പറഞ്ഞു. താൻ കേട്ട വാർത്തയിൽ നിന്നും മാത്യൂസ് അപ്പോഴും മുക്തനായിരുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല സർ. എനിക്ക് അങ്ങനെ യാതൊരു ബന്ധങ്ങളുമില്ല.
അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. മാർക്കോസ് കുറേ നേരമായി ടി വിയുടെ മുൻപിൽ ഇരിക്കുന്നത് കണ്ടാണ് ശീതൾ അടുത്തേക്ക് വന്നത്. എന്താ പപ്പ, കുറേ നേരമായിട്ട് ടി വിയുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ? ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്ത ഇപ്പം ടി വി കാണിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താ അപ്പ, തെളിച്ചു പറ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ശീതൾ കുറച്ചു നേരം അയാൾക്കരികിലിരുന്നു. ശേഷം മുറിയിലേക്ക് ചെന്നു. ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് ശീതൾ സ്ക്രീനിൽ നോക്കിയത്. പരിചയമില്ലാത്ത നമ്പറാണ്. അവൾ ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ. മറുവശത്ത് നിശബ്ദത നിറഞ്ഞു. ഹലോ, എന്താടി, സുഖമല്ലേ? അപ്പുറത്ത് നിന്ന് പൗരുഷമാർന്നൊരു ശബ്ദം അവളുടെ കാതിൽ അലയടിച്ചു. വില്യംസ്. അറിയാതെ അവളുടെ വായിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നു. അപ്പം നീ മറന്നിട്ടില്ലല്ലേ? നീ എന്താടി കരുതിയത്? നിന്റെ ഫോൺ നമ്പർ ഞാൻ അങ്ങ് മാറ്റിയാ ഞാൻ നിന്നെ തേടി പിടിക്കില്ലെന്നോ? വില്യംസ്, ഞാൻ നിർത്തടി പന്ന. ഇവിടുത്തെ കോഴ്സ് നിർത്തി പോയത് ഞാൻ അറിഞ്ഞു. നീ എവിടെ വരെ പോകും? കൂടിപ്പോയി നിന്റെ തന്തയുടെ വീട്ടിൽ വരെ. അവിടെയും ഞാനങ്ങ് വരും. നീ എന്താ കരുതിയത്? നിന്റെ എല്ലാ കാമുകന്മാരെയും പോലെ ഈ വില്യംസിനെയും നൈസായി ഒഴിവാക്കാമെന്നോ? നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ പെൻഡ്രൈവിൽ സുരക്ഷിതമായിട്ടുണ്ട്. ശീതളിന് തൊണ്ടക്കുഴിയിൽ നിന്ന് വെള്ളം വറ്റുന്നതായി തോന്നി. അതൊന്ന് നെറ്റിലിടുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ പേടിപ്പിക്കുന്നില്ല. എനിക്ക് ആവശ്യം നിന്നെയാണ്. നീ എന്താണ് വില്യംസ് ഉദ്ദേശിക്കുന്നത്? നിന്നെ കെട്ടി പണ്ടാരമടങ്ങാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് കുറച്ച് കാശ് വേണം. അത് നീ തരണം. പിന്നെ പഴയ പോലെ നമ്മൾ മാത്രമായി ഒരു ദിവസവും. അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. എത്ര രൂപയാണ്? 10 ലക്ഷം രൂപ. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ എത്തണം. 10 ലക്ഷം രൂപയോ? ഇത്രയും കാശ് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നിന്റെ തന്തയോട് ചോദിക്കടി. ഇല്ലെങ്കിൽ ഞാനങ്ങ് വരാം. എന്നിട്ട് ഒഫീഷ്യലായിട്ട് പെണ്ണി ചോദിക്കാം. നിന്റെ അപ്പൻ സമ്മതിച്ചില്ലെങ്കിലേ ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ നിന്റെ തന്തയ്ക്ക് കാണിച്ചു കൊടുക്കാം. ശീതൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിന്നു. ഞാൻ വൈകിട്ട് വിളിക്കാം. അപ്പം നീ ആലോചിച്ച് നല്ലൊരു മറുപടി പറഞ്ഞാൽ മതി. പിന്നെ അതിബുദ്ധി വല്ലതും കാണിച്ചാൽ അറിയാലോ എന്നെ. ആ ഫോൺ കോൾ താനെ കട്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശീതൾ നിന്നു. അവളുടെ മനസ്സ് ബാംഗ്ലൂരിലേക്ക് പോയി. ആദ്യമായി കോളേജിൽ വെച്ചാണ് വില്യംസിനെ കാണുന്നത്. കാഴ്ചയിൽ അവൻ്റെ സൗന്ദര്യമാണ് തന്നെ അവനിലേക്ക് ആകർഷിച്ചത്. കൂട്ടുകാരിൽ പലരും പറഞ്ഞിരുന്നു അവൻ എല്ലാ വൃത്തികേടുകളും കയ്യിലുള്ള ഒരുവനാണെന്ന്. പക്ഷെ അവൻ്റെ ആ സൗന്ദര്യം അത് തന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഒരു സീരിയസ് അഫെയറിന് തനിക്കും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ 3 വർഷം ബാംഗ്ലൂരിൽ എൻജോയ് ചെയ്യാൻ തനിക്ക് പറ്റിയൊരു കൂട്ട് വില്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് അവനുമായി ഒരു അഫെയർ ഉണ്ടാക്കിയെടുത്തത്. ആ സമയങ്ങളിലെല്ലാം അവൻ്റെ ആവശ്യത്തിന് എല്ലാം താൻ തന്നെയായിരുന്നു കാശ് കൊടുത്തിരുന്നത്. അവനിടുന്ന ഷർട്ടിന് മുതൽ അവൻ താമസിക്കുന്ന ഫ്ലാറ്റിന് വരെ. ഇടയ്ക്ക് പലപ്പോഴും താൻ അവനോടൊപ്പം ഫ്ലാറ്റിൽ പോകാറുണ്ട്. എല്ലാ അർത്ഥത്തിലും അവനോടൊപ്പം താൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ തൻ്റെ കൂടി അറിവോടെയായിരുന്നു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തത്. അത് വെച്ച് ഒരിക്കലും അവൻ തന്നെ ഭീഷണിപ്പെടുത്തുമെന്നേ കരുതിയിരുന്നില്ല. നിവിനുമായി വിവാഹം നടത്തണമെന്ന് അപ്പ പറഞ്ഞപ്പോൾ അവനെ പതുക്കെ ഒഴിവാക്കുകയായിരുന്നു. അവനും അത് സമ്മതമായിരുന്നു. എപ്പോൾ വേണ്ടെന്ന് തോന്നുന്നുവോ അപ്പ ബൈ പറയാം എന്നായിരുന്നു കരാർ. പക്ഷെ ഇപ്പോൾ അത് തനിക്ക് തന്നെ കുരുക്കായി വന്നിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശീതൾ നിന്നു. തുടരെയുള്ള ഡോറിൽ തട്ടുകേട്ടാണ് ശീതൾ സമചിത്തത വീണ്ടെടുത്തത്. ഡോറ് തുറന്നപ്പോൾ മുൻപിൽ ജാൻസി. എന്താ മമ്മി? അപ്പ നിന്നെ കുറേ നേരമായി വിളിക്കുന്നു, താഴേക്ക്. അവൾ നിസ്സംഗതയോടെ ജാൻസിക്കൊപ്പം താഴേക്ക് പോയി. അവിടെ വലിയ സന്തോഷത്തിൽ മാർക്കോസ് TV കാണുകയായിരുന്നു. എടി മോളെ, നീ ഇതൊന്ന് കാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്താ പപ്പ ചെയ്തിരിക്കുന്നതെന്ന്. ശീതൾ TV സ്ക്രീനിലേക്ക് നോക്കി. കഞ്ചാവുമായി തഹസിൽദാർ അറസ്റ്റിൽ. എല്ലാ ചാനലുകളിലെയും ഫ്ലാഷ് ന്യൂസ് അതായിരുന്നു. മുഖം മൂടി നിൽക്കുന്ന മാത്യൂസിന്റെ ചിത്രവും. നിന്നെ വേണ്ടെന്ന് വെച്ചവന് നിന്റെ പപ്പ കൊടുത്ത പ്രതികാരം, മാർക്കോസ് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ ശീതളിന് സന്തോഷിക്കാൻ തോന്നിയില്ല. അതിലും വലിയൊരു കെണിയിലാണ് താനെന്ന് അവൾക്ക് തോന്നി. മാർക്കോസിനെ കാണിക്കാൻ വേണ്ടി മാത്രം അവൾ മുഖത്തൊരു പുഞ്ചിരി സൃഷ്ടിച്ചു. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ മാർക്കോസ്, അയാൾ സ്വയം പറഞ്ഞു. ലീവായിരുന്നതിനാൽ ഉറക്കം കഴിഞ്ഞിറങ്ങി വന്നപ്പോഴായിരുന്നു നിവിൻ TVയിലെ ന്യൂസ് കാണുന്നത്. അത് കേട്ടുകൊണ്ടാണ് വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വന്നത്. എല്ലാ മുഖങ്ങളിലും പെട്ടെന്ന് തന്നെ ആശങ്ക പടർന്നു. പെട്ടെന്ന് നിവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ നോക്കി. പല്ലവിയാണ്. എന്താ നിവിൻ, TVയിൽ കാണിക്കുന്നതൊക്കെ സത്യമാണോ? അവളുടെ ആദ്യ കലർന്ന ചോദ്യം വന്നു. അറിയില്ല മാധു, ഞാനും ഇപ്പോൾ TV കണ്ടതേ ഉള്ളൂ. ഞാൻ എന്തായാലും തിരക്കിയിട്ട് തന്നെ വിളിക്കാം. ശരി നിവിൻ. മാർക്കോസ് ഫോൺ എടുത്ത് മാത്യൂസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ട്രീസയാണ് ഫോൺ എടുത്തത്. അവരുടെ ശബ്ദം ഇടറിയിരുന്നു. അവർ കരഞ്ഞിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു. ട്രീസയല്ലേ? ഞാൻ മാർക്കോസ്. മറുവശത്ത് നിശബ്ദതയായിരുന്നു. ഭർത്താവിനൊപ്പം ജയിലിൽ പോയി കിടക്കുന്നുണ്ടോ ആദർശ ഭാര്യ? ഇതൊരു ടീസറാണ് ട്രീസെ, തുടങ്ങിയിട്ടേ ഉള്ളൂ മാർക്കോസ്. അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. ആരാ അമ്മച്ചി? നിവിൻ ചോദിച്ചു.
അയാളാ മോനെ, മാർക്കോസ്. ഇതിന് പിന്നിൽ അയാളാണ്. ഞാൻ ഊഹിച്ചിരുന്നു. കരഞ്ഞു തളർന്നെങ്കിലും ട്രീസിയുടെ മുഖത്ത് മാർക്കോസിനോടുള്ള ദേഷ്യം നിഴലിച്ചു. അയാൾ എന്തിനാ പപ്പയെ ഇങ്ങനെ? നിവിൻ മനസ്സിലാകാതെ ചോദിച്ചു. എല്ലാത്തിനും കാരണം ചേട്ടായി ഒറ്റയൊരാളാണ്. പെട്ടെന്ന് നീന മറുപടി പറഞ്ഞു. ഞാനോ? നിവിൻ വിശ്വാസം വരാതെ അവളെ നോക്കി. അതെ, ചേട്ടായുടെ പ്രേമം കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അയാളാണ് ഇതിന് പിന്നിലെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. അയാളുടെ മോളെ ചേട്ടായി വിവാഹം കഴിക്കാതിരുന്നത്. നീനയുടെ വെളിപ്പെടുത്തൽ കേട്ട് നിവിൻ ട്രീസയെ നോക്കി. അവൾ പറഞ്ഞത് ശരിയാ. അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളോട് പറയുകയും ചെയ്തു. അത് നടക്കില്ലെന്ന് ഞങ്ങളെ വെട്ടിത്തുറന്നു പറഞ്ഞു. അതിൻ്റെ പകപോക്കലാണ്. അതിനിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഒന്നുമല്ലെങ്കിലും അയാൾ അപ്പയുടെ സുഹൃത്തല്ലേ? അയാൾക്കൊരു കുറുക്കനാണ് നിവിൻ. അയാൾക്ക് സ്വന്തവും ബന്ധവും പ്രാധാന്യമുള്ളതല്ല. അത് പണ്ടേ എനിക്കറിയാം. ഞാൻ പലപ്പോഴും നിൻ്റെ അപ്പയോട് പറഞ്ഞിട്ടുള്ളതാണ്. അധികം ചങ്ങാത്തം അയാളുമായി വേണ്ടായിരുന്നുവെന്ന്. ട്രീസ പറഞ്ഞു. ചത്ത കൊച്ചിൻ്റെ ജാതകം വായിച്ചിട്ട് എന്താ കാര്യം? നീ വാ നിവിൻ, ഇച്ചായനെ എങ്ങനെ ഇറക്കണം എന്ന് നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം, ഡേവിഡ് പറഞ്ഞു. അത് ശരിയാ, നല്ലൊരു അഡ്വക്കേറ്റിനെ കൂടി കൂട്ടി പോകുന്നതാണ് നല്ലത്. ലീനി അത് അനുകൂലിച്ചു. തളർന്നിരിക്കുന്ന അമ്മച്ചിയെയും പെങ്ങന്മാരെയും ഒറ്റയ്ക്കാക്കി പോകാൻ നിവിന് മനസ്സ് വന്നില്ല. ഞാൻ വന്നാ ഇവിടെ ആരാ? നീ പോയിട്ട് വാ മോനെ, പപ്പയ്ക്കൊപ്പം ഇപ്പം കൂടെ ആരുമില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ. ട്രീസയുടെ ആ വാക്കുകൾ നിവിന് പാതി ജീവൻ തന്നെ പകർന്നു. ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്ന അമ്മച്ചി തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ ഊർജം നൽകുന്നതെന്ന് അവൻ ഓർത്തു. അവൻ നേരെ പോയത് അഡ്വക്കേറ്റിനെ കാണാനാണ്. അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് സ്റ്റേഷനകത്തേക്ക് കയറാൻ കഴിഞ്ഞു. അവിടെ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്ന മാത്യൂസിൻ്റെ മുഖം കണ്ടപ്പോൾ നിവിന് പിന്നെ അധിക സമയം അവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല. പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് അവന് തോന്നി. വക്കീൽ ഇൻസ്പെക്ടറായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഇത് മകനാണ്. പേരെന്താണ്? ഗൗരവം വിടാതെ ആ ഇൻസ്പെക്ടർ ചോദിച്ചു. നിവിൻ വെറുതെ പിടിച്ചതല്ല, തെളിവുകളോടെ പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടയക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല, വാർത്ത മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിക്കാതെയും പറ്റില്ല. ഞങ്ങൾ നാളെ കോടതിയിൽ ഹാജരാക്കും. നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ ജാമ്യം എടുക്കാം. എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരുപാട് സമയം എടുക്കരുത്. മാത്യുവിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നിവിന് കാലുകൾ തളർന്നതായി തോന്നി. ഒരിക്കലും തൻ്റെ അപ്പയെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചതായിരുന്നില്ല. അപ്പ, എനിക്കറിയില്ല മോനെ, ഞാൻ ചെയ്തിട്ടില്ല. ആരോ എന്നെ ചതിച്ചതാ. ആ വാക്കുകൾ നിവിൻ്റെ ചങ്ക് തകർത്തു. അത്രയും സങ്കടപ്പെട്ട് അപ്പയെ താൻ കണ്ടിട്ടില്ല. അയാളാണപ്പ, മാർക്കോസ്. നിവിൻ അത് പറഞ്ഞതും വിശ്വാസം വരാതെ മാത്യൂസ് അവനെ തന്നെ നോക്കി. ഞാനൊന്ന് കാണുന്നുണ്ട് അയാളെ. വേണ്ട, നീ ഒരു വഴക്കിടാൻ പോകണ്ട. അമ്മച്ചിയും കൊച്ചുങ്ങളും ഒറ്റയ്ക്കാണ്, അത് ഓർത്തോണം. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സാരയില്ല മോനെ, ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കഴിയുക എന്നത് എൻ്റെ തലവരയിൽ കാണും. അയാളത് പറഞ്ഞപ്പോൾ നിവിൻ ശരിക്കും സങ്കടം തോന്നി. ഡേവിഡ് അയാളെ പ്രതിനിധീകരിക്കാൻ പോലും കഴിയാതെ നിന്നു. ഒരു വേള മാത്യൂസിനെ കണ്ടപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. എനിക്ക് വേണ്ടി ഇച്ചായൻ? എന്താടാ ഇത്? അയാൾ ഡേവിഡിനെ ആശ്വസിപ്പിച്ചു. കുറേ നേരം ആ പോലീസ് സ്റ്റേഷനിലെ വരാന്തയിൽ നിവിനും ഡേവിയും ഇരുന്നു. ടി വിയിൽ ഫ്ലാഷ് ന്യൂസുകൾ കാണിച്ചുകൊണ്ടേയിരുന്നു. നീനയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുപോലെ വന്നു. നിതയും ട്രീസയും അപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. നീന മുറിയിലിരിക്കുമ്പോഴാണ് നിതയുടെ ഫോൺ ബെല്ലടിച്ചത്. അവൾ ഡിസ്പ്ലേ നോക്കിയപ്പോൾ പല്ലവിയാണ്. നീനയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൾ ഫോൺ എടുത്തു. നിനക്ക് ഇനിയും മതിയായില്ലേടി? നീ ഒറ്റയൊരുത്തി കാരണമാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇന്ന് അനുഭവിക്കുന്നത്. നീന ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീയും നിന്റെ തള്ളയും കാരണം ഈ വീട്ടിലുള്ളവർ അനുഭവിക്കുന്നത് മുഴുവൻ. പല്ലവിക്ക് നന്നായി ദേഷ്യം വന്നു. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? നിന്റെ അമ്മയോട് ഡേവി അങ്കിൾ ചെയ്തൊരു തെറ്റിൻ്റെ പേരിലാണ് അപ്പം നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചു തന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിന്റെ അമ്മ നിന്നെ ഇട്ടിട്ട് പോയതിന് എൻ്റെ പപ്പ തരുന്ന കോമ്പൻസേഷൻ ആയിരുന്നു എൻ്റെ ചേട്ടായി. എന്താ ഇനി നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മ പോയത് എൻ്റെ ഡേവിഡ് അങ്കിളിനൊപ്പമായിരുന്നു. നിന്റെ ലൈഫ് തകർന്ന് നിന്റെ കുട്ടിക്കാലം നശിച്ചു എന്നുള്ള കുറ്റബോധം കൊണ്ട് എൻ്റെ അപ്പ നീയും എൻ്റെ ചേട്ടായും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. മാർക്കോസ് അങ്കിളിൻ്റെ മോളുമായിട്ട് ചേട്ടായുടെ കല്യാണം ഉറപ്പിച്ചിരുന്നാണ്. നീ വന്നതോടെ നിവിൻ ചേട്ടൻ അവളെ വേണ്ട. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയില്ലേ? പറഞ്ഞ വാക്ക് പാലിക്കാൻ അപ്പയ്ക്ക് കഴിഞ്ഞില്ല. അതിന് അയാൾ ചെയ്യുന്നതാണിതൊക്കെ. താൻ കേട്ട സത്യങ്ങളിൽ ഞെട്ടി പല്ലവി. അത് വിശ്വസിക്കാൻ മടിച്ച് പല്ലവിയുടെ കാതുകൾ നിന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വായിക്കുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്.